ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മുടെ പുതിയൊരു വ്ളോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പം ഞാൻ കുറേ ദിവസമായി വിചാരിക്കുന്നത് എന്തെങ്കിലും ഒരു വെറൈറ്റി ആയിട്ട് ഒരു സംഭവം ഉണ്ടാക്കണം എന്നുള്ളത്. അപ്പം ഞാൻ മഞ്ച് വെച്ചിട്ട് കേക്ക് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഫസ്റ്റ് തന്നെ ഒരു പരിപാടി കൂടിയുണ്ട്, അത് വഴിയേ പറയാം. അങ്ങനെ ഇതാ മഞ്ചാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. പിന്നെ ചോക്ലേറ്റ് കനാഷോ, ഷുഗർ സിറപ്പ്, പിന്നെ നമ്മുടെ വൈറ്റ് കളർ സ്പോഞ്ച് കേക്കും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ. വാനില സ്പോഞ്ചാണ് എടുത്തിട്ടുള്ളത്. അതും കൂടി ഇതാ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. 1 kg അളവിലാണ് കേട്ടോ നമ്മൾ കേക്ക് ഉണ്ടാക്കുന്നത്. പിന്നെ ഓൾറെഡി തന്നെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ക്രീമും ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതേപോലെ ഫസ്റ്റ് ലെയർ ആദ്യം ഒന്ന് വെച്ച് കൊടുക്കാം കേട്ടോ. കുറച്ച് ക്രീമൊന്ന് സ്പ്രെഡാക്കിയിട്ട് അതിന് ശേഷം ഷുഗർ സിറപ്പാണ് ആഡ് ചെയ്യണത്. നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഷുഗർ സിറപ്പിൽ അല്പം മിൽക്ക് മെയ്ഡ് ചേർത്തുന്നത് നന്നായിട്ടുണ്ടാവും കേട്ടോ. ആ ഒരു വെള്ളത്തിൻ്റെ അല്ലാണ്ട് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് അത് ചേർത്ത് കൊടുത്തിട്ടില്ല. അതിന് ശേഷം എന്താ ക്രീമൊന്ന് സ്പ്രെഡാക്കിയിട്ട് ഞാൻ ചോക്ലേറ്റ് ഗനാഷ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം മഞ്ച് ഞാൻ ഫ്രീസറിൽ വെച്ച് എടുത്തതാണ്. അപ്പോൾ പെട്ടെന്നൊന്നും വെള്ളം തട്ടിയാലും അങ്ങനെ ക്രിസ്പിനെസ് പോവില്ല. അങ്ങനെ അതും ഇടയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ അടുത്ത ലെയറും വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഞാൻ കേക്കൊക്കെ ഉണ്ടാക്കിയിട്ട് കുറേ ദിവസമല്ല മാസങ്ങളായി എന്ന് തന്നെ പറയാം കേട്ടോ. ഇപ്പോൾ പ്രത്യേകിച്ച് ഫങ്ഷനൊന്നും ഫങ്ഷൻ വരുമ്പോൾ മാത്രമാണ് കേക്ക് ഉണ്ടാക്കണത്. അല്ലാണ്ട് വെറുതെ ട്രൈ ചെയ്ത് നോക്കാലൊന്നും ഇല്ല കേട്ടോ. പഠിച്ചു കഴിഞ്ഞപ്പോൾ ആ ഒരു ഇൻട്രസ്റ്റൊക്കെ അങ്ങോട്ട് പോയി കേട്ടോ. പിന്നെ വല്ല ഓർഡേഴ്സോ കാര്യങ്ങൾ വരുമ്പോഴാണ് ഞാൻ കേക്ക് ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ ഈ ഒരു കേക്ക് സ്പെഷ്യലാണ് കേട്ടോ. ഇവിടുത്തെ ഉപ്പാക്ക് ബർത്ത്ഡേ ആണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ കേക്ക് ഉണ്ടാക്കുന്നത് കേട്ടോ. പിന്നെ എൻ്റെ ഫസ്റ്റ് ടൈമാണ് ഞാൻ ഈ റൗണ്ട് കേക്കിൽ ഹാർട്ട് ഷേപ്പ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു ടെൻഷനും കൂടി ഉണ്ട് കേട്ടോ. ഫസ്റ്റ് ടൈം ഉണ്ടാക്കണതുകൊണ്ട് തന്നെ ഇത്തിരി ടെൻഷനായിട്ടാണ് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ കട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. കട്ട് ചെയ്തപ്പോൾ തന്നെ ആദ്യം തന്നെ കയ്യിൽ നിന്ന് ചെറുതായിട്ടൊന്ന് പോയിട്ടുണ്ട്. അങ്ങനെ ഞാൻ വേഗം അത് വീണതും അവിടെ ക്രീമൊന്നും സ്പ്രെഡ് ചെയ്യാണ്ട് വെച്ച് കൊടുക്കാൻ നോക്കിയപ്പോൾ അത് നടന്നില്ല. എങ്കിലും ഞാൻ അത്യാവശ്യം ഒപ്പിച്ച് അവിടെ ഒന്ന് സെറ്റാക്കി വിട്ടിട്ടുണ്ട് കേട്ടോ. അങ്ങനെ രണ്ടും ഞാനൊന്ന് സെറ്റാക്കി എടുത്ത് ആദ്യം ഒന്ന് ടെൻഷനായി ഇത് കുളമാവോ എന്നുള്ളത്. പിന്നെ അത്യാവശ്യം എല്ലാം ചെയ്ത് വന്നപ്പോൾ കറക്റ്റായിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഞാൻ ഫിനിഷ് ചെയ്ത് എടുത്തിട്ടുണ്ട് കേക്കിനെ. ഫസ്റ്റ് തന്നെ ഞാൻ ക്രീം സൈഡൊക്കെ ഒന്ന് കവർ ചെയ്തിട്ട് ക്രം കോട്ട് ചെയ്തതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ച് നല്ലപോലെ ഒന്ന് തണുപ്പിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു 5 മിനിറ്റ് ഫ്രീസറിൽ വെച്ചിട്ട് തണുപ്പിച്ചെടുത്ത് അപ്പോൾ വേഗം തണുത്ത് കിട്ടുമല്ലോ. അതിന് ശേഷം ഞാനിതാ ക്രീം വെച്ചിട്ട് ഫുള്ളായിട്ടൊന്ന് കവർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. പക്ഷെ വളരെ സിമ്പിളായിരുന്നു കേട്ടോ. ചെയ്ത് നോക്കിയപ്പോഴാണ് അത്രയേ ഉള്ളൂ എന്ന് തോന്നിയത്. അങ്ങനെ എൻ്റെ ഫസ്റ്റത്തെ ഹാർട്ട് ഷേപ്പ് കേക്കും അങ്ങനെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഈ ഒരു കേക്ക് ചെയ്യുന്ന സമയത്ത് ഞാൻ മെയിനായിട്ട് ഉദ്ദേശിച്ചത് കുറച്ച് കാര്യങ്ങൾ കൂടി പറയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഈ കേക്കിൻ്റെ മേലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നത് ഞാൻ ഗിൽറ്ററാണ്, എഡിബിൾ ഗിൽറ്ററാണ് കേട്ടോ. അത് ഞാൻ കുറേ ദിവസമായി വാങ്ങിച്ച് വെച്ചിട്ട് ഒരു യൂസ് ഇല്ലാതിരിക്കുകയാണ്. അപ്പം ഞാൻ കുറച്ച് ഗിൽറ്റർ കൂടി അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം ഞാൻ ക്രീം വെച്ചിട്ട് തന്നെ ഫ്ലവേഴ്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാൻ ക്രീം കൊണ്ട് ഫ്ലവർ ചെയ്തതും അപ്പം തന്നെ വെച്ച് കൊടുത്തിട്ടില്ല, ഫ്രീസറിൽ വെച്ച് നല്ലപോലെ തണുപ്പിച്ചെടുത്തതാണ് കേട്ടോ. അതിനൊരു പ്രത്യേക കാരണമുണ്ട്. എപ്പോഴും ഫ്ലവർ ചെയ്ത് ഡയറക്റ്റ് വെക്കുന്ന സമയത്ത് ഒന്നില്ലെങ്കിൽ കയ്യിൽ നിന്ന് വീഴും, അല്ലെങ്കിൽ കേക്കിൽ വീണിട്ട് സ്പ്രെഡ് ആവാനുള്ള ചാൻസ് ഉണ്ട്. ഇങ്ങനെ ചെയ്യുകയാണെന്ന് പറഞ്ഞാൽ നമുക്ക് ജസ്റ്റ് കൈ കൊണ്ട് നീക്കാനും ഒക്കെ സിമ്പിളാണ്. അപ്പോൾ ഇത് ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അടിപൊളി ട്രിക്കാണ്. അങ്ങനെ ഞാനൊരു റെഫറൻസ് പിക്ക് എടുത്തിട്ടാണ് കേട്ടോ ഇത് ചെയ്തത്. അങ്ങനെ എല്ലാം തന്നെ കറക്റ്റായി വന്നിട്ടുണ്ട്. ക്രീം വെച്ചിട്ട് തന്നെ ഞാൻ എല്ലാതും ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. സിമ്പിൾ ആൻഡ് എലഗൻ്റ് ആയിട്ടൊരു കേക്കാണ് ഉദ്ദേശിച്ചത്, അതുപോലെ തന്നെ വന്നിട്ടുണ്ട്. പിന്നെ ഞാൻ നെയിംസ് എഴുതിയിട്ടുണ്ടായിരുന്നു. അത് കറക്റ്റായിട്ട് വെച്ചത് എവിടെയാണ് വെക്കേണ്ടതെന്നൊരു കൺഫ്യൂഷൻ. അങ്ങനെ കറക്റ്റായിട്ട് ആദ്യം വെച്ചതുപോലെ തന്നെ വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഇതാണ് കേട്ടോ നമ്മുടെ കേക്കിൻ്റെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു പറഞ്ഞാൽ ലൈക്ക് ചെയ്യാനും അതേപോലെ തന്നെ നമ്മുടെ ചാനൽ ഫോളോ ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഉപ്പായുടെ ഈ ഒരു ബർത്ത്ഡേ കേക്ക് ഞാൻ തലേ ദിവസം ചെയ്യാമെന്നാണ് വിചാരിച്ചത്. പക്ഷേ അന്ന് ദിവസം ഞങ്ങൾക്ക് വെളിയിൽ പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു, അതുകൊണ്ട് ചെയ്യാൻ പറ്റിയില്ല. ബർത്ത്ഡേ ദിവസമാണ് കേട്ടോ ഇത് ചെയ്യുന്നത്. രാവിലെയാണ് ചെയ്തിട്ട് ഫ്രീസറിൽ വെച്ച് തണുപ്പിച്ചെടുക്കുക ചെയ്തിട്ടുണ്ടായിരുന്നത്. ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു ഉപ്പ, ഹാപ്പി ബർത്ത്ഡേ ടു യു. കൊടുക്ക് ഷസാദ് കൊടുക്ക്.
അപ്പം ഞങ്ങളുടെ കേക്ക് കട്ടിയിലൊക്കെ കഴിഞ്ഞു കേട്ടോ. അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള കേക്കായിരുന്നു. ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഈ ഒരു കേക്ക് തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റി ആയിട്ടുള്ള കേക്കാണ് കേട്ടോ. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഉപ്പാക്കും അതുപോലെ തന്നെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ വ്ളോഗ്സ് കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്. മഞ്ച് മഞ്ച് നോക്ക് അടിക്ക് മഞ്ചില്ലേ ഏ